ശരിക്കും എങ്ങോട്ടാണ് ഈ ടീമിന്റെ പോക്ക്? ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം നാണക്കേടിന്റെ പുതിയ അധ്യായങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഴുതി ചേർക്കുമോ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇപ്പോൾ അറിയാനുള്ളത്. സത്യം പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അനലിസ്റ്റ് ഇപ്പൊ ഇല്ല. നിലവിൽ ഒരു സ്വന്തമായിട്ട് അനലിസ്റ്റ് ഇല്ലാത്ത ഒരു ഫുട്ബോൾ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്, എസ്പെഷ്യലി ഇന്ത്യൻ സൂപ്പർ ലീഗിലെങ്കിലും. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കൊണ്ടുപോകുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്ത് കൊടുത്താലും കുറെ ആരാധകരിങ്ങനെ സപ്പോർട്ട് കൊടുക്കും എന്നുള്ള ബോധം. ടീമിനോട് ഒട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു അധികാര ശൃംഖല മേളിലിരുന്ന് തുറന്ന് നിന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെ എങ്ങനെ ആയിത്തീരും ഈ ഒരു മാനേജ്മെന്റ് ഈ ഒരു ടീമിനെ എവിടെ കൊണ്ടെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു അറിവുമില്ല. ഇപ്പം ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഓവറായി പോകും. അതുകൊണ്ട് പുതിയ 2 താരങ്ങൾ വരുന്നതായിട്ട് റൂമർ പ്രചരിക്കുന്നുണ്ട്. അഭിഷേകിന്റെയും മറ്റേ പഞ്ചാബിന്റെ മിഡ്ഫീൽഡറിന്റെയും കാര്യം, നിഖിൽ പ്രഭുവിന്റെയും കാര്യം തന്നെയാണ് പറയുന്നത്. ഇതൊരു ഒരു പ്രമുഖൻ അടിച്ചിറക്കിയ സാധനമാണ്. ഈ ഒരു പ്രമുഖന്റെ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴൊക്കെ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ എപ്പോഴൊക്കെ ശബ്ദം ഉയരുന്നു, അല്ലെങ്കിൽ അവർ എപ്പോഴൊക്കെ പ്രതിസന്ധികളാവുന്നു, ആ സമയത്ത് നമ്മളുടെ വികാരത്തിനെ തണുപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു റൂമർ പുറത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് കൈൻഡ് ഓഫ് PR വർക്ക് പോലെ ആയിരിക്കും ഇത്തരത്തിലുള്ള റൂമറുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്ന്. എന്ത് ചെയ്യാനാ? നമ്മളുടെ ഒരു ദുരവസ്ഥ എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മളുടെ അറ്റാക്കിങ് അത്യാവശ്യം നല്ലതാണ്. നോവ, പിന്നെ ഹെസ്യൂസ്, പിന്നെ ബാക്കി എല്ലാവരും, ലൂണ, ഇവരെ 3 പേരെ ആദ്യമേ ഇറക്കി വിട്ട് ഗോൾ സ്കോർ ചെയ്ത ശേഷം പിന്നീട് ബസ് പാർക്കിങ് ചെയ്ത് പിടിച്ചു നിൽക്കാന്നല്ലാതെ വേറെ അല്ലാതെ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എന്ത് പറയാനാണ് സത്യം. ഇപ്പം അനലിസ്റ്റും ഇല്ല, തുറന്ന് തിന്നുവാണ് ക്ലബിന്.